ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അങ്ങനെ സത്യമ്മ ജയിലിൽ നിന്ന് ജാമ്യമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. രാഘവേട്ടനെ സത്യമ്മയെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അകത്തുനിന്ന് പൊന്നി കൊച്ചുവായിട്ട് അങ്ങോട്ട് വരിക. പെട്ടെന്ന് ശാലിനി വാവേ ചക്കര വാവേ എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞിനെ അങ്ങോട്ട് എടുത്ത് മുത്തം കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് രാഘവേട്ടനെ തീരെ സഹിക്കുന്നില്ല. അതെന്താന്ന് വെച്ചാൽ പിള്ള അത്തരത്തിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പോരാത്തന്നെ പിള്ള താണ്ട പറയുന്നുണ്ട്, രാഘവൻ സാറേ നോക്കിക്കേ, ഈ കൊച്ചിയുടെ വന്നപ്പോഴാണ് താണ്ട സത്യാമ്മയ്ക്ക് ഇതൊക്കെ ഉണ്ടായത്, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് സത്യാമ്മ ആ കുഞ്ഞിനെ അങ്ങ് വാങ്ങിക്കുക. അയ്യോ രാഘവൻ സാറേ, കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ ജയിലിലോട്ട് പോയി. ഇനി എന്താ വരാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. സത്യാമ്മ വരാൻ പോകുന്നതിനെയൊക്കെ എരന്ന് മേടിക്കാൻ പോവാണെന്നാണ് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ രാഘവേട്ടൻ പറയുന്നത്, ഫാമേ നിനക്ക് നല്ല ക്ഷീണമുണ്ട്, കൊച്ചിനെ കൊടുത്തിട്ട് നീ പോയെന്ന് ഫ്രഷ് ആകും എന്നൊക്കെ പറയും. അതെന്താ രാഘവേട്ട, ഞാൻ പോകാമല്ലോ, ഞാൻ ഈ കുഞ്ഞിനെ അന്നൊന്നും എടുത്ത പോലുമില്ല, വാവേ എന്നൊക്കെ പറഞ്ഞ് സ്നേഹിക്കുക. അപ്പോൾ പൊന്നി അങ്ങോട്ട് വരുന്നുണ്ട്. പൊന്നി വാവയ്ക്കുള്ള കുറുക്ക് റെഡിയാക്ക്. ശരി സത്യാമ്മേ. എന്നിട്ട് രാഘവേട്ടൻ വീണ്ടും പറയുക, ഫാമേ പിള്ള വീണ്ടും രാഘവേട്ടനെ എരി കയറ്റുന്നുണ്ട്. രാഘവൻ സാറേ എന്തൊക്കെയായി കാണുന്നത്? രാഘവേട്ടന് ദേഷ്യം വരും. ഫാമേ നിന്നോടല്ലേ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ശാലിനിക്ക് അപ്പോൾ മനസ്സിലാകുന്നുണ്ട് രാഘവേട്ടൻ അത് ഇഷ്ടപ്പെടുന്നില്ല കുഞ്ഞിനെ എടുക്കുന്നത്. ശാലിനി പെട്ടെന്ന് സത്യാമ്മ കുഞ്ഞിനെ ഇങ്ങിതാ, സത്യാമ്മ പോയി കുറച്ചു നേരം കിടക്ക് എന്ന് പറയും. അങ്ങനെ സത്യാമ്മ അകത്തോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ കാല് തട്ടി സത്യാമ്മ അങ്ങ് വീഴുവാണ്. അയ്യോ ഫാമേന്ന് ഇങ്ങനെ രാഘവേട്ടൻ അലറുക. സത്യാമ്മയെ പൊന്നിയും ശാലിനിയും കൂടെ ഓടിപ്പോയി പൊക്കുക. പിള്ള ആ സമയം നോക്കി രാഘവേട്ടനോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പം എങ്ങനെയുണ്ട് രാഘവൻ സാറേ, ഈ കൊച്ചു നിൽക്കുന്നിടം മുടിയാത്തവരെയാണെങ്കിൽ ഈ കൊച്ചു കൊല്ലും. സത്യാമ്മയ്ക്കാണെങ്കിൽ എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല, ഭയങ്കര വേദനയുണ്ട്. സത്യാമ്മ ഇങ്ങനെ വേദന കൊണ്ട് പൊളയ. ശാലിനി ആകെ ഭയന്ന് നിൽക്കുക. സത്യാമ്മ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഈ സമയത്താണ് ശാരിക ഡോക്ടറെ പരിശോധിക്കുന്നുണ്ട്. ശാരികയുടെ ആരോഗ്യസ്ഥിതി കുറച്ചൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്, വേദനയും കുറവുണ്ട്. ശാരിക പറയുന്നു, മുട്ടിൻ്റെ ഭാഗത്തൊക്കെ നല്ല വേദനയുണ്ട് ഡോക്ടറെ, അതൊക്കെ കുറച്ച് ദിവസം കൂടെ പിടിക്കും ശരിയാകാൻ. എല്ലാം ശരിയായിട്ടേ ശാരിക ഞങ്ങൾ ഇവിടുന്ന് വിടത്തുള്ളൂ. വേദനയ്ക്കുള്ള മരുന്നൊക്കെ ഞാൻ എഴുതുന്നുണ്ട്. എനിക്കും എൻ്റെ കൂട്ടുകാർക്കും കുറേ അധികം ഭക്ഷണം തന്ന ശാരദാമ്മയും മക്കളെയും എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റൂ എന്നിങ്ങനെ ഗോപാലകൃഷ്ണനോട് പറയുക. ശാരിക മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഭക്ഷണവും കഴിക്കണം. ഭക്ഷണവും കഴിച്ചാൽ കൂടെ പോരാ, അത് ചെന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഡോക്ടറെ എനിക്കെൻ്റെ മോളെ ഒന്ന് കാണണം. അതിനെന്താ, ഭക്ഷണവും മരുന്നും ഒക്കെ കഴിച്ച് ശാരിക പെട്ടെന്ന് അസുഖമൊക്കെ മാറി ഇവിടുന്ന് പോയിക്കഴിഞ്ഞാൽ മോളെ എടുത്ത് താലോലിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അതിനുവേണ്ടി മോളെ എടുത്ത് താലോലിക്കാനുള്ള ആരോഗ്യമാണ് ആദ്യം വേണ്ടത്. ശാരിക ഇപ്പം വേറെ ഒന്നും ചിന്തിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോയി. കുട്ടിക്കൃഷ്ണൻ ഇങ്ങനെ പാത്തും പതുങ്ങി ഹോസ്പിറ്റലിൽ നിൽക്കുക. ഡോക്ടറെ കണ്ടുകൊണ്ട്, ഡോക്ടറെ ഞാൻ ഡോക്ടറെ ഒന്ന് കാണാൻ വന്നതാ. അതിനെന്താ പറഞ്ഞോളൂ. അല്ല അത് കുറച്ച് പേഴ്സണലാ, എന്നാൽ വന്നോളൂ എന്ന് പറഞ്ഞ് ഡോക്ടറെ വിളിച്ചോണ്ട് പോവുക. ശാരിക സങ്കടത്തോടെ ഗോപാലകൃഷ്ണനോട് ചോദിക്കുന്നു, അച്ഛാ എൻ്റെ മോള് വിഷമിക്കണ്ട, കുഞ്ഞ് ശാലിനിയുടെ അടുത്തല്ലേ, നിൻ്റെ അടുത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ കുഞ്ഞവിടെ. കൃഷ്ണൻകുട്ടി അങ്ങനെ ഡോക്ടറെ അടുത്ത് വന്നിട്ട് പറയാം, ഞാൻ പറയുന്ന കാര്യം ഡോക്ടർ ഏത് രീതിക്കാണോ എടുക്കാൻ പോകുന്നതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എന്താന്ന് കാര്യം പറ. അത് ഡോക്ടറുടെ പേഷ്യൻ്റായ ശാരിക എൻ്റെ അനന്തരവൻ്റെ ഭാര്യയാണ്. അവനിപ്പോഴിവിടെ ഇല്ല, വിദേശത്താ. അവൻ ഇവിടുന്ന് പോകാനുള്ള ഒറ്റ കാരണം ഇവളാ, ഈ ശാരിക. അവിടെ കയ്യിലിരിപ്പ് ശരിയല്ല, അത് തന്നെ കാരണം. ഡോക്ടർ ചോദിക്കുക, അതൊക്കെ എന്നോടും ഒപ്പം ഒന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? അത് ഡോക്ടറെ ചില കാര്യങ്ങൾ പറയേണ്ടവരോട് വെട്ടിത്തുറന്ന് തന്നെ പറയണമെന്നാണ് പറയുന്നത്. ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയലെന്നല്ലേ പറയുന്നത്. നിങ്ങൾ ഉദാഹരണങ്ങൾ നിരത്താതെ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അതായത് ഡോക്ടർ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഈ ഞങ്ങളെന്ന് പറഞ്ഞത് ഞാനും എൻ്റെ പെങ്ങളും, അതായത് രാജീവൻ്റെ അമ്മ. ഒരു പരിചയമില്ലാത്ത നിങ്ങളെ ഞാൻ എങ്ങനെ സഹായിക്കണം? അതിനെന്താ, പരിചയം വകുപ്പൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൃഷ്ണൻകുട്ടി പെട്ടെന്ന് ബാഗ് തുറന്ന് 500-ൻ്റെ ഒരു നോട്ട് കെട്ടെടുത്ത് ഡോക്ടറെ മുന്നിലോട്ട് വെക്കുക. ഡോക്ടർ ചോദിക്കുക, ഇതെന്തുവാ? ഇത് ഈ കാശ് ഡോക്ടർക്കുള്ളതാ. സാധാരണ ഡോക്ടർക്ക് കൊണ്ടുവന്ന് കൈമടക്ക് കൊടുക്കുന്നത് എന്തിനാ? രോഗിയെ രക്ഷിക്കാൻ വേണ്ടിയാ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഈ രോഗിയെ ഡോക്ടർ ഒന്ന് ശിക്ഷിക്കണം. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ശാരിക ഇനി ഈ ഭൂമിയിൽ വേണ്ട. ഡോക്ടർ അങ്ങോട്ട് ചാടി എണീറ്റിട്ട്, മിസ്റ്റർ നിങ്ങൾ എന്തോ ഈ പറഞ്ഞത്? ഡോക്ടറെ, അവൾ പ്രസവിച്ച ആ കുട്ടിയുണ്ടല്ലോ, ഞങ്ങളെ രാജീവൻ്റെ കുട്ടിയൊന്നും അല്ല, അത് അവിഹിതവാ. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോളാം. അതിനുള്ള ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഡോക്ടർ ഈ പെണ്ണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. എഴുന്നേക്കടോ അവിടുന്ന്. താൻ എന്താടോ കരുതിയത്? ഡോക്ടർമാരുടെ കസാപ്പ് കട നടത്തുവാണെന്നാണോ? ജീവൻ രക്ഷിക്കാനാണ് ഡോക്ടർമാർ, അല്ലാതെ ജീവൻ എടുക്കാനല്ല. അല്ല ഡോക്ടറെ, താനിനി ഇവിടെ ഒന്ന് വാ തുറന്ന് ഞാൻ ഇപ്പം തന്നെ പോലീസിനെ വിളിക്കും. ആളിനെ കൊല്ലാൻ പറഞ്ഞതിനും എനിക്ക് പണം തന്ന് പ്രലോഭിപ്പിക്കാൻ നോക്കിയതിനും
എത്രയും പെട്ടെന്ന് താണ്ടി ഈ പണം എടുത്ത് ഇവിടുന്ന് പോയാൽ തനിക്ക് കൊള്ളാം. അപ്പോൾ ഡോക്ടർ നമ്മുടെ വഴിക്ക് വരില്ല. ഇറങ്ങിപ്പോടോ ഇവിടുന്ന്, ഞാൻ പോലീസിനെ വിളിക്കണം. പെട്ടെന്ന് ആ പൈസ എടുത്ത് ബാഗിലിട്ടുണ്ട് കൃഷ്ണൻകുട്ടി അവിടുന്ന് അങ്ങ് പോവുക. പോകുന്ന പോക്കിൽ കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്, ഡോക്ടർ എന്നെ സഹായിച്ചില്ലെങ്കിലും ഇക്കാര്യത്തിൽ ഇവിടെ എന്നെ ആരെങ്കിലും സഹായിക്കുന്നവരുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും എനിക്കെൻ്റെ കാര്യം നടത്താതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എടോ, തന്നെ ഈ വഴിക്കും കണ്ടുപോക്കരുത്. കണ്ടുപോയാൽ പിന്നെ താൻ അപ്പത്തന്നെ അകത്താ. ഓരോന്ന് ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സത്യാമ്മയുടെ കൈ ഇങ്ങനെ പൊന്നി തിരുമ്മി കൊടുക്കുന്നുണ്ട്. രാഘവേട്ടനും കൊണ്ട് പിള്ള ഇത് കാണുന്നുണ്ട്. സത്യാമ്മ പറയാം, ഈ വീട് പണിതിട്ട് എത്ര വർഷമായി, ഞാൻ എന്നും ഇതിൽ കൂടെ തന്നെ നടക്കുന്നതാ. ഇങ്ങനെ ഒരു അപകടം ആദ്യമായിട്ടാണ്. എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കൊട്ട് അറിയാനും പറ്റില്ല. കാല് പെട്ടെന്ന് ഇവിടെ തട്ടിയെന്ന് പറഞ്ഞാൽ പൊന്നി പറയാം, സത്യാമ്മയുടെ സമയദോഷം, അല്ലാതെ എന്തു പറയാന്. ശാരികയുടെ കുഞ്ഞ് ശാലിൻ്റെ കയ്യിലിരുന്ന് കരയുന്നുണ്ട്. പിള്ള പറയാ, ഇതങ്ങനെ സത്യാമ്മയുടെ ദോഷമാണെന്നൊന്നും പറയല്ലേ. എത്രയോ വർഷമായി സത്യാമ്മ ഇതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോഴൊന്നും ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം മാത്രം ഇങ്ങനെ സംഭവിച്ചത്? അതിൻ്റെ കാരണം എന്താ, നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ ചിന്തിച്ച്. രാഘവേട്ടൻ ചോദിക്കും, എടോ താൻ എന്തുവാടോ ചിന്തിച്ചത്, അത് പറ. എൻ്റെ രാഘവൻ സാറേ, ഇതും ഇതിനപ്പുറവും സംഭവിക്കും. സാർ ഈ കാളസർപ്പദോഷമെന്ന് കേട്ടിട്ടുണ്ടോ? രാഹുവിനും കേതുവിനും ഇടയിലായിട്ട് എല്ലാ ഗ്രഹങ്ങളും വരുന്ന ഒരവസ്ഥയാണ്. ഈ കൊച്ച് അങ്ങനെയുള്ള സമയത്തെങ്ങാണ് ജനിച്ചതെങ്കിൽ ആ കൊച്ച് നിൽക്കുന്ന വീട് മുടിയും. വീട്ടിലുള്ളവർ പരസ്പരം തമ്മിൽ തല്ലി തീരും. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സത്യാമ്മ ആ കുഞ്ഞിനെ കയ്യിലൊന്ന് തൊട്ടപ്പോഴേ സത്യാമ്മയ്ക്ക് കോടതി കയറേണ്ടി വന്നില്ലേ? തിരികെ വന്ന കൊച്ചിനെ എടുത്തപ്പോഴും അപകടം ഉണ്ടായില്ലേ? ഈ കൊച്ചിനെ പ്രസവിച്ച അതിൻ്റെ അമ്മയുടെ അവസ്ഥ കണ്ടോ? ഞാൻ ഇതൊക്കെ ഇവിടെ പറഞ്ഞപ്പോൾ ശാലിനി കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞാൻ പറയും, ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴാ നന്ദി ഞാൻ ഈ വീട്ടിലുള്ളവർ കാണിക്കണം. ഈ വീട്ടിലുള്ളവർ തന്നെ ഇതിനൊരു പരിഹാരവും കാണണം. പൊതുവെ അന്ധവിശ്വാസിയായ സത്യാമ്മയോടാണ് ഇതൊക്കെ പറയുന്നത്. സത്യാമ്മ ചോദിക്കുക, ഇക്കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പിള്ളേർ പറയുന്നത്? സത്യാമ്മ എന്നെ ശാലിനി കുഞ്ഞിനോട് പറയണം, ഈ കുഞ്ഞിനെ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് തന്നെ തിരികെ കൊണ്ടെത്തിക്കണമെന്ന്. ഇതൊക്കെ കേട്ടുകൊണ്ട് ശാലിനി ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിള്ള ഇത് കണ്ടില്ല. പെട്ടെന്ന് ശാലിനിയെ കണ്ടത് പിള്ള അങ്ങ് ഞെട്ടിപ്പോയി. ശാലിനി പറയാം, ഈ കുഞ്ഞു മൂലമുള്ള ബുദ്ധിമുട്ട് ഇവിടെ എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഈ കുഞ്ഞിനെ കളയാൻ പറ്റില്ലല്ലോ. ശാരികേച്ചി ഹോസ്പിറ്റലിൽ നിന്നൊന്ന് വന്നോട്ടെ, അതുവരെ കുഞ്ഞിനെ ഇവിടെ നിർത്തുക എന്നല്ലാതെ എനിക്ക് വേറൊരു മാർഗവും ഇല്ല. രാഘവേട്ടൻ പെട്ടെന്ന് ചോദിക്കുക, അല്ല മോളെ ഗോപാലകൃഷ്ണൻ, അച്ഛൻ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാന്? അവിടെ കൊണ്ടുപോയി കുഞ്ഞിനെ ശ്യാമ നോക്കണ്ടേ? പെട്ടെന്ന് സത്യം പറയാം, ശാലിനിയെ പോലെ ഈ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം ശ്യാമയ്ക്കും ഉണ്ട്. അതുമാത്രമല്ല, ഈ കുഞ്ഞ് നിൽക്കേണ്ട വീടും അതുതന്നെയല്ലേ ശാലിനി? സത്യാമ്മ പറഞ്ഞത് ശരിയാ, അവിടെ തന്നെ ഈ കുഞ്ഞ് നിൽക്കേണ്ടത്. പക്ഷെ ശ്യാമയുടെ ഈ അവസ്ഥയിൽ എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഈ കുഞ്ഞിനെ അവിടെ കൊണ്ട് നിർത്തുന്നത്? മനസ്സിൻ്റെ താളം തെറ്റി ഈ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്നവളെടുത്തിട്ട് ഈ കുഞ്ഞിനെ ബലി കൊടുക്കാൻ എനിക്കാവില്ല. എല്ലാവരും കുറച്ച് ദിവസത്തേക്ക് എന്നോട് ക്ഷമിക്കൂ, അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അത്രയും പറഞ്ഞിട്ട് ശാലിനി കുഞ്ഞുമായിട്ട് അകത്തോട്ട് കയറിപ്പോയി. രാഘവേട്ടൻ പിള്ളയോട് ചോദിക്കോ, എടോ പിള്ള ഇനി എന്ത് ചെയ്യോടോ? അത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക്. രാഘവേട്ട, മനസ്സിലൊരു സംശയം തോന്നിയാൽ പിന്നീട് എന്തുണ്ടായാലും അതിൻ്റെ അരിഷ്ടതകളാണെന്നേ തോന്നും. എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അപ്പോൾ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. ശാലിനിയാണെങ്കിൽ ആ കുഞ്ഞിനെ വെച്ചുകൊണ്ട് വളരെ സങ്കടത്തോടെ ഇരിക്കുക. വിജയലക്ഷ്മി പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻകുട്ടി അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, വിജയലക്ഷ്മി, നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ അങ്ങോട്ട് വർക്കൗട്ട് ആയില്ലല്ലോ. നമ്മളിനി എന്താ ചെയ്യുന്നത്? അവളും കൊച്ചും ജീവിച്ചിരിക്കുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും ആപത്താണ്. ആപത്ത് മാത്രമല്ല, അതെന്നും നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിൽ ഒരു തീരാ ശാപമായിട്ട് ഉണ്ടാകുകയും ചെയ്യും. അവകാശത്തോടെ അവൾ ഈ വീട്ടിലോട്ട് കയറി വന്നാലേ തടയാനും പറ്റില്ല. നാട്ടുകാരെയും കൂട്ടിയെങ്ങാണോ വരുന്നതെങ്കിലും പിന്നെ പറയുകയേ വേണ്ട. ഇതിനൊക്കെ ഒന്ന് ഒഴിവാക്കാൻ എന്താ ഒരു വഴി? DNA ടെസ്റ്റ് നടത്തിയാൽ നമ്മൾ കുടുങ്ങും. കൊച്ചു രാജീവിൻ്റെതാണെന്ന് തെളിഞ്ഞാൽ പിന്നെ കേസ് അങ്ങ് ജയിക്കത്തില്ലേ? പിന്നീട് ഈ കുടുംബം വിറ്റ് അമ്മയ്ക്കും കുഞ്ഞിനും ചെലവിന് കൊടുക്കേണ്ടി വരും. ഇനി അവളങ്ങാനും ഇങ്ങോട്ട് വന്ന് താമസം തുടങ്ങിയാലേ അങ്ങ് മരിച്ചാൽ മതി. അതിപ്പരം പിന്നെ ഒരു അപമാനം നമുക്കില്ല. ആ കുഞ്ഞും ശാരികയും ഒരു കാരണവശാലും ഇങ്ങോട്ട് കയറി വരരുത്. അതിനെന്തെങ്കിലും മാർഗം ഉണ്ടോയെന്നൊന്ന് ആലോചിക്കും എൻ്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ. എങ്കിൽ വിജയലക്ഷ്മി, നമുക്ക് ആ കൊച്ചിനെ അങ്ങ് ഇല്ലാതാക്കിയാലോ? കൊച്ചിനെ കൊല്ലാനോ? അതെ, കൊച്ച് തീർന്ന തള്ള അങ്ങ് വട്ടായിക്കോളും. അവളെ പിന്നീട് ഏതെങ്കിലും ഒരു പ്രാന്താശുപത്രി കൊണ്ടുപോയി ഇടാവന്നേ, പണ്ട് നമ്മൾ ചെയ്തതുപോലെ. അവിടെ വെച്ച് അവളെ തീർക്കാൻ വളരെ എളുപ്പവുമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നടപ്പിലാക്കിയാൽ മതിയായിരുന്നു. നടപ്പിലാക്കും. ദൈവം നമുക്കതിനുള്ള കുറുക്ക് വഴികളും മാർഗങ്ങളും കാണിച്ചു തരും. അതിലനുയോജ്യമായി ഒന്നും എടുത്തിട്ടങ്ങ് പെരുമാറണം വിജയലക്ഷ്മി. എന്നാലും കൃഷ്ണൻകുട്ടി ചേട്ടാ, കൊച്ചിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എല്ലാ അവകാശം ഈ കൊച്ചിനാ ഉള്ളത്. രാജീവിന് പിന്നെ വിദേശത്തുള്ള ജീവിതം പൊടിയും തട്ടി പോരേണ്ടി വരും.
നമ്മുടെ കുടുംബവും തകരും, ആളുകൾക്ക് മുന്നിൽ അപഹാസ്യരാട്ടി പിന്നെ ജീവിക്കുകയും വേണം. ഇത്രയൊക്കെ ചെയ്ത് ഒപ്പിക്കാൻ കഴിവുള്ള ആ കൊച്ചിനെയും അവളെയും എങ്ങനെയാണ് വിജയലക്ഷ്മി നമ്മൾ പിന്നെ ജീവിക്കാൻ അനുവദിക്കുന്നത്? കൊല്ലേണ്ടതിനെയൊക്കെയും കൊല്ലണം വിജയലക്ഷ്മി, അത് പിന്നത്തേക്ക് വെച്ചാൽ വലിയ പണിയാകും. കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാ. ഇക്കാര്യത്തിൽ ആരാ നമ്മളെ ഒന്ന് സഹായിക്കാൻ വരുന്നത്? ഈ പണിക്ക് നല്ല വിശ്വസ്തരായവർ തന്നെ വരണ്ടേ, അല്ലെങ്കിൽ പിന്നെ എപ്പോഴാ തിരിഞ്ഞു കൊത്തുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരാളുണ്ട് വിജയലക്ഷ്മി, രാജേന്ദ്രൻ, കുടുംബശ്രീ ഹോട്ടലിലെ ശാന്തയുടെ ഭർത്താവ്. ആ ബന്ധത്തിൽ പിടിച്ച് നമുക്കൊരു കളി അങ്ങ് കളിച്ച് നോക്കാം. കൃഷ്ണൻകുട്ടി ചേട്ടാ, അതിന് ഇവനെയൊക്കെ വിശ്വസിക്കാമോ? ഒരു കുപ്പി അവൻ്റെ മുന്നിൽ കാണിച്ച സ്വന്തം തന്തയെ വരെ കൊല്ലുന്നവനവൻ, അവനെ നമുക്ക് വിശ്വസിക്കാം. ഈ കാര്യം നമുക്ക് അവനിലൂടെ അങ്ങ് ഓക്കെ ആക്കാം. അങ്ങനെ അവർ രണ്ടുപേരും തീരുമാനിച്ചിരിക്കുക. കരുണയാശ്രമത്തിലോട്ട് പല്ലവി വന്നിട്ടുണ്ട്. ആശ്രമത്തിലൊരു സന്യാസിനി ചോദിക്കുന്ന, എന്താ, ആരെ കാണാനാ? ഞാൻ കളക്ടർ ഓഫീസിൽ നിന്നാണ് വരുന്നത്. അയ്യോ, സ്വാമിയെ കാണാനാണോ? അല്ല, കളക്ടർ മേഡം ഇവിടെ കൊണ്ടാക്കിയ ഒരു സുധാകരനും ഭാര്യ ഒരു കുഞ്ഞിനെയും. ഇതൊക്കെ ആ സുസ്മിത അവിടെ വന്നിട്ട് കാണുന്നുണ്ട്. എനിക്ക് അവരെ ഒന്ന് കാണണം, കളക്ടർ പറഞ്ഞു വിട്ടത് എന്നൊക്കെ ഇങ്ങനെ അനുപല്ലവി അവരോട് പറയും. എങ്കിൽ വരൂ, ഞാൻ കൊണ്ടുപോയി കാണിക്കാം എന്നും പറഞ്ഞ് സന്യാസിനി ഇങ്ങനെ അനുപല്ലവിയും കൊണ്ട് പോവുക. സുസ്മിത അനുവിനെ നോക്കിയിട്ട് മനസ്സിൽ പറയാം, ഇവൾ എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത്? അപ്പോൾ ആ സന്യാസിനി സുധാകരനെയും ഭാര്യയും കുട്ടിയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. എന്നെ ശാലിനി മേഡം പറഞ്ഞു വിട്ടതാ, നിങ്ങൾക്ക് വീട് വെക്കാനുള്ള ക്യാഷ് റെഡിയായിട്ടുണ്ട്. അയ്യോ, ഞങ്ങൾ അല്പം മുമ്പ് ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ്ട് ചെക്ക്, ഇത് മേഡത്തിൻ്റെ സ്വന്തം റിസ്കിൽ തരുന്ന കാശാ. ഇതൊക്കെ സുസ്മിത കാണുക. 30 ലക്ഷം രൂപയുണ്ട്. ഇത് കേട്ട് സുസ്മിതയൊന്ന് ഞെട്ടുക. അയ്യോ, 30 ലക്ഷം രൂപയോ? സുധാകരൻ ചോദിക്കുക. അതെ, ഇന്നത്തെ കാലത്ത് നല്ല ഒരുമാതിരി വീട് വെക്കണമെങ്കിൽ ഇത്രയൊക്കെ കാശ് വേണമല്ലോ. സുസ്മിത അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുക, ഇവക്ക് ഇത്രയധികം കാശ് എവിടുന്നാ? എന്നാലും ഇത്രയധികം കാശ് ദാനം ചെയ്യാൻ ഇവിടെ കയ്യിൽ നിന്ന് എടുക്കാനില്ല. മറ്റെന്തോ ഒരു കള്ളത്തരം ഇതിൽ മണക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആ ചെക്ക് സുധാകരൻ്റെ മകൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ് അനു. സുധാകരനും ഭാര്യയും ശാലിനിയും ദൈവത്തിന് തുല്യമായിട്ടാണ് കാണുന്നത്. ദൈവത്തിൻ്റെ രൂപത്തിൽ ശാലിനി മേഡമാണ് വന്നിരിക്കുന്നതെന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. സുസ്മിത അങ്ങോട്ട് വന്നിട്ട് അവരോട് ചോദിക്കുന്നു, എന്താ നിങ്ങളും കളക്ടറും തമ്മിലുള്ള ബന്ധം? കളക്ടർ മേഡത്തിൻ്റെ കുട്ടികളോടൊപ്പം എൻ്റെ ഈ കുഞ്ഞും പഠിക്കുന്നത്. ഞങ്ങളുടെ മൂത്ത മകൾ മരിച്ചപ്പോഴും കെട്ടിടം ഇടിഞ്ഞ് തകർന്നപ്പോഴും എൻ്റെ ഭർത്താവിന് സുഖമില്ലാതെ വന്നപ്പോഴും ഒരാശ്രയമായിട്ട് ഞങ്ങൾക്ക് വന്നത് ശാലിനി മേഡമാണ്. ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ഒരുപാട് സഹായിച്ച്, ഞങ്ങളുടെ കൂടെ നിന്ന് ഒരുപാട് സഹായം ഞങ്ങൾക്ക് ചെയ്തു തന്ന് അതൊന്നും ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ വീട് പണിക്കായി 30 ലക്ഷം രൂപ ഒറ്റ കെടുവായിട്ട് തന്നിരിക്കുന്നത്. ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ശാലിനി മേഡം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. സുസ്മിത ആ ചെക്ക് വാങ്ങിച്ച് നോക്കുന്നുണ്ട്. ഇത് സർക്കാർ ചെക്കല്ലല്ലോ, ശാലിനിയുടെ അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ അവൾക്ക് എവിടുന്ന ഇത്രയധികം പണം? സുസ്മിത അവരോട് പറയാം, ഞാൻ ഈ സന്തോഷവാർത്ത സ്വാമിയോട് പറയട്ടെ, ഈ ചെക്കും കാണിക്കാം. മറ്റാശ്രയമില്ലാത്ത 1-2 പേരും കൂടി ഇവിടെ ഉണ്ടല്ലോ. കളക്ടറെ കണ്ടൊരു സഹായം അഭ്യർത്ഥിക്കാൻ പറയാം. ചിലപ്പോൾ ഇതുപോലെ സഹായിച്ചെങ്കിലോ. പെട്ടെന്ന് സുസ്മിത അവളുടെ മൊബൈൽ എടുത്തിട്ട് ആ ചെക്കിൻ്റെ ഫോട്ടോ എടുക്കുക. ശാലിനിക്കെതിരെ പടപൊരുതാൻ സുസ്മിതയ്ക്കൊരു തുറുപ്പുചീട്ട് കിട്ടി. ശാലിനി, നീ എൻ്റെ പിന്നാലെയല്ല, ഞാൻ നിൻ്റെ പിന്നാലെയാ. ഈ 30 ലക്ഷം രൂപ നിൻ്റെ അക്കൗണ്ടിൽ എങ്ങനെ വന്നു? ഇത് ഈ സുസ്മിത കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ചെക്കിൻ്റെ പേരിൽ എന്തൊക്കെ അന്വേഷണം അവൾ നടത്തും? അവസാനം വിഷ്ണുവിൻ്റെ മരണത്തിൽ ചെന്നെത്തുമോ? ഇത്രയും നാളും ശാലിനി മൂടി വച്ചിരുന്ന രഹസ്യം ഈ സുസ്മിത കുത്തിപ്പൊക്കി കൊണ്ടുവരുമോ? ഇത് സത്യാമ്മയും രാഘവേട്ടനും അറിയുമോ? അറിഞ്ഞാൽ എന്തായിരിക്കും ശാലിനിയുടെ അവസ്ഥ? സത്യാമ്മ ശാലിനിയെ അവിടുന്ന് അടിച്ചു പുറത്താക്കുമോ? കൃഷ്ണൻകുട്ടിയും പിള്ളയും ചേർന്ന് ശാരികയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുമോ? ഇനി എന്തൊക്കെയാണ് ശാലിനിയുടെ കുടുംബത്തിൽ നടക്കാൻ പോകുന്നതെന്നൊക്കെ അറിയാനായി നമുക്ക് അടുത്ത റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.